എന്നുള്ളതാണ്. അപ്പോൾ അത് നമസ്കാരം നമസ്കാരം. എന്നത്തേക്ക് താമസിക്കാൻ പറ്റുമെന്നാണ് മനസ്സിൽ കരുതുന്നത്? നമുക്ക് വേഗം എത്രയും പെട്ടെന്ന് വേഗം ഇരിക്കണം. വാടക വീട്ടിലല്ലേ? വാടക വീട്ടിലാണ്. അവിടെയാണ് വാടക കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 2-3 ദിവസമായി വെള്ളമില്ല. അവിടെ വാടക വീട്ടിലോ? ആ കൊരങ്ങ്. പക്ഷേ കൽപ്പറ്റയിൽ നഗരസഭയിലെ പണി നടക്കുന്നു. പിന്നെ കൊരങ്ങിന്റെ ശല്യാണ്. കൊരങ്ങിന്റെ ശല്യം അവിടെ ഉണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വരണം അല്ലേ? എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ വീടിന് താക്കോൽ കിട്ടി. എവിടെ വീട് അമ്മയുടെ? അവിടെ പോയി ഇടയ്ക്ക് വന്ന് നോക്കാറുണ്ടോ? അവിടെ എത്ര സെന്റ് ഉണ്ടായിരുന്നു? അവിടെ 22 സെന്റ്. 22 സെന്റ്. എത്ര മുറിയായിരുന്നു? 4 ബെഡ്റൂം ഉണ്ടായി. വലിയ ഡൈനിങ് ആണ്. എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. ഇല്ല, അത് മതി. നമുക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. ഈ കിട്ടിയത് സന്തോഷമേ ഉള്ളൂ. ഓ സന്തോഷം. ഗവൺമെന്റ് എല്ലാ സഹായം ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനിയും വേഗം ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് ശരി. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മൾ താക്കോല് കൊടുത്തു, താക്കോൽ കൈമാറ്റം ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും അത് തന്നെയല്ലേ പറയാനുള്ളത്? എന്ന് വേഗത്തിലാക്കി തരണം എന്നല്ലേ? വേഗത്തിലാക്കി തരണം എന്ന് മാത്രമല്ല, പിന്നെ 178 കുടുംബത്തിനാണ് ആദ്യഘട്ടത്തിൽ വീട് കൊടുത്തു പറഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞത്. ആ കഴിഞ്ഞിട്ട് ഈ വരെ വീടിന്റെ പണികളൊന്നും മൊത്തം കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ വാടകയ്ക്കാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് നമ്മളെ എഗ്രിമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അധികം കൂട്ടി ചോദിക്കുകയാണ് വാടക. അങ്ങനെ കൂട്ടി ചോദിക്കുന്നുണ്ടോ? കൂട്ടി ചോദിക്കുകയാണ്. എഗ്രിമെന്റ് കഴിഞ്ഞാൽ അവർ 500 രൂപ അധികം. ഇപ്പൊ 8.5 നമ്മൾ താമസിക്കണമെങ്കിൽ അവർ 9 ചോദിക്കും. അങ്ങനെയാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് അതിന് മുന്നായിട്ട് ഈ മാസത്തെ വാടക കിട്ടിയോ? നിങ്ങൾക്ക് വന്നിരുന്നോ? 6000 വന്നു. നമ്മൾ 8,500 നമ്മൾ കൊടുത്തു. പക്ഷെ അടുത്ത മാസത്തോടു കൂടെ 9,000 ആക്കാൻ പോകുന്നു. ഏകദേശം നമ്മളെ എഗ്രിമെന്റ് ഒക്കെ തീരാൻ പോവുക. അതിന് മുമ്പ് ഇങ്ങോട്ട് വരണം, നമുക്ക് മാറണം. അതാണ് ആഗ്രഹം അല്ലേ? സംവിധാനം ബാക്കി വീടിന്റെ കാര്യത്തിൽ ആർക്കും എതിരെ അഭിപ്രായമില്ല. ആഹിറ എന്നാണ്. ഞാൻ ചൂരൽമല ടൗണിലാണ് ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞു, ഇനാഗ്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ഒക്കെ തന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ 178 ആളുകളെയും മഴയ്ക്ക് മുമ്പായിട്ട് എത്രയും വേഗം ഞങ്ങളെ താമസിപ്പിക്കണം. അതാണ് ഞങ്ങൾ ആവശ്യം. അതാണ് ഇത് പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ്. അക്കാര്യത്തിൽ ഒരു താമസവും വരുത്താൻ പാടില്ല. ആഘോഷമൊക്കെ ഗംഭീരമായിരുന്നു. വീടിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും തൃപ്തിയുണ്ട്. ആർക്കും അതിനകത്ത് വിയോജിപ്പില്ല, ആർക്കും അതിനകത്ത് സങ്കടങ്ങളില്ല. നല്ല വീടാണ്, എല്ലാവരും ഹാപ്പിയാണ്, ആ അർത്ഥത്തിൽ ഹാപ്പിയാണ്. പക്ഷേ അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. അത് ശരിയാണ്. അവരെ നമുക്ക് മഴയത്തല്ല നിർത്തിയിരിക്കുന്നത്, വാടക വീട്ടിലാണ്. പക്ഷേ ഈ ആശങ്ക ചെറുതല്ലാത്ത വിധമാണ്. നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒരിക്കൽ കൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ഒരു കാര്യം കൂടി, നമുക്ക് ഒരു മൈക്രോ പ്ലാൻ പറഞ്ഞു. ഞാൻ മൈക്രോ പ്ലാന്റെ കാര്യം പറഞ്ഞു. ആ മൈക്രോ പ്ലാൻ 2 ലക്ഷം രൂപയുടെ കാര്യത്തിൽ കുടുംബശ്രീയുടെ 25,000 രൂപ ചേർക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അല്ലേ? 2 ലക്ഷം റുപ്യ ചെക്ക് തന്നതാണ് രാജേഷ് തന്നതാണ്. ഇപ്പൊ എന്റെ അടുത്ത് പറയുന്നത് നിനക്ക് 1 ലക്ഷം റുപ്യ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് ഇത് മാറി തന്നതെന്നാണ് അവർ പറയുന്നത്. ആ മൈക്രോ പ്ലാന്റെ കാര്യത്തിലുള്ള ആശങ്ക കൂടി പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചെക്കാണ് ഇത്. അപ്പൊ അത് 1 ലക്ഷം രൂപ ഉള്ളൂ എന്നാണ് ഇപ്പൊ പറയുന്നത്. അത് എവിടെ നിന്നാണ് അത് കിട്ടിയത്? കൽപ്പറ്റയിൽ നിന്നാണ്. രാജേഷ് തന്നാണ്. അപ്പോൾ ആ കാര്യത്തിലും ഒരു ആശങ്കയുണ്ട്. അത് വിശദമായി തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാര്യം ഒരു തരത്തിലും അവരെ നമുക്ക് ആശങ്കയുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു.